ഹലോ ഗായ്സ്, എല്ലാ അവതാര പിറവികൾക്കും എൻ്റെ അപരാധം ചാനലിലേക്ക് സസ്മതമായ സ്വാഗതം. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ആയിട്ട് അങ്ങനത്തെ ഒരു ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ ഞാൻ സ്പൈറൽ എന്ന് പറയുന്ന എൻ്റെ പ്ലാന്റിൽ ഞാൻ കളിക്കാനില്ല. നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതിൽ പട്ടപ്പൂജ, പക്ഷെ കരയിലിരുന്ന് വായ്ത്താളം ഇടുന്നതിൽ 10-ൽ 10 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ജോലി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് കളി തുടങ്ങി. അപ്പോൾ 2 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ഇവിടെ ഓൾറെഡി കളിയിലുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് അവനോട് ഇതിനെപ്പറ്റി 2 വാക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം അവ എറിഞ്ഞ് ആ ഒരു ഓവറിൽ 6 ബോളിൽ 4 എണ്ണം 4ഉം 2 എണ്ണം 6 അങ്ങോട്ട് അടിച്ച ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഈ നീല ഷർട്ട് ഇട്ടവനാണ് നമ്മുടെ ഹീറോ. ഇപ്പൊ ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴേ വാക്ക് ഓവർ വിളിച്ചു ഗൈസ് അവര്. കളി ജയിച്ച് പൊക്കോളെ, കാലെടുത്ത് വെച്ചതേ ഉള്ളു, അപ്പോഴേ ഒരു വാക്ക് ഓവർ. ഗൈസ്, നമ്മളിപ്പോ നൈജീരിയയിലാണുള്ളത്. നിന്റെ പേരെന്താ? എന്റെ പേര് 6. ആദ്യത്തെ ബോള് 6, രണ്ടാമത്തെ ബോള് ഗൈസ് അത് പിടിച്ചു. സവാടിക്ക. മൂന്നാമത്തെ ബോള് 4. 2 ബോള് മിസ്സായി കേട്ടോ, ഞാൻ വീഡിയോ എടുത്തില്ല. ഇത് ലാസ്റ്റ് ബോളാൻ കണ്ട. ഗൈസ്, നമ്മുടെ ഓഫീസിൽ, എൻ്റെ ഓഫീസിൽ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ടൂർണമെൻറ്റ് നടക്കുക. അപ്പോൾ അവിടത്തേക്കുള്ള നമ്മൾ കളിക്കുന്നവർക്കുള്ള ഫുഡൊക്കെ ഉണ്ട്. ഞാൻ കളിക്കാനൊന്നുമില്ല, പക്ഷെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇത് തീർന്നു, പിന്നെ സോസൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ എടുക്കാം. അപ്പോൾ ഇന്ന് ഓരോരോ പ്ലാന്റുകൾ തമ്മിലാണ് കളി. നമുക്കിവിടെ 7 പ്ലാന്റുകളുണ്ട്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലാണ് മാച്ച്. ഇപ്പം മാച്ച് നടന്നുകൊണ്ട് നിൽക്കുക. പക്ഷെ ഈ ഓവറിൽ ഇവരുടെ കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചിട്ടുള്ളത് ഇവൻ്റെ ഓവറിൽ. അതിൻ്റെ യാതൊരു ജാടയോ അഹങ്കാരമോ ഇല്ല. മാൻ ഓഫ് സിംപ്ലിസിറ്റി. യൂസ് ചെയ്യുന്നു. അതിന്റെ 4 6 അടിച്ചു നിന്റെ ഓവറിൽ. ഏറ്റവും കൂടുതൽ 6 അടിച്ച നിന്റെ ഓവറിൽ. അത് വിടേ, ഇതിനെ പറ്റി എന്താ നിനക്ക് പറയാനുള്ള? ഇനി വെയിൽ കണ്ണിലടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ മോന്ത അടിച്ചിട്ട്. ഗൈസ്, അതൊരു ഔട്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സമൂസ ഉണ്ട്, കഴിക്കാൻ പോയായിരുന്നു. അത് നമുക്കുള്ള തന്നെ. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടാ വന്നത്. നീ എടാ എന്തായാലും ഫീൽഡിങ്ങിനെ ഉണ്ടോ ആരുണ്ടോന്ന് അറിയത്തില്ല. സമൂസ കഴിച്ചില്ല. ഗൈസ്, ഇവരൊക്കെയാണ് ഇവിടെ കഷ്ടപ്പാട്. ഈ കളിക്കാൻ വരുന്ന ഇതേപോലത്തെ മൈരന്മാര് ഇതിൻ്റെ ഈ കൊടികളൊക്കെ എടുത്ത് അവിടെ ഇവിടെ കൊണ്ട് കളയും. എന്നിട്ട് ഇവർ കണ്ടുപിടിച്ച് ഇതെല്ലാം പറക്കി തിരിച്ചു കൊണ്ടുപോകണം. നോക്ക് പാവങ്ങൾ. ഇവൻ നേരത്തെ ഇതിൻ്റെ ഏതോ ഒരെണ്ണം കൊണ്ട് കളയുന്ന ഞാൻ കണ്ടായിരുന്നു. നമ്മുടേത് ഒരു ലോ ബഡ്ജറ്റ് ക്രിക്കറ്റാണ്. അപ്പോൾ നമുക്ക് ചിയർ ഗേൾസ് ഇല്ല, പക്ഷേ ചിയർ ബോയ്സ് ഉണ്ട് കേട്ടോ. മറ്റേ ബീച്ചിലൊക്കെ മദാമ്മമാര് കിടക്കുന്ന പോലെ. വന്നു. ഇത് കൊടുക്കുന്നോ? ഇത് എത്രയിനുണ്ട്? ഇത് എത്രയിന് കൊടുക്കാൻ പറ്റും? എടാ, ഇത് എത്രയിന് കൊടുക്കുന്നത്? എനിക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ആള് ഫ്രീ ആയിട്ട്. ആട്ടുണ്ട്, നല്ല ആട്ടുണ്ട്.
ഇങ്ങനത്തെ ഒരു ടീമിലുണ്ടായ ടീം നോക്കും. സമൂസ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ദേ ആ മൂലയ്ക്ക് നിന്നവനാ കറങ്ങി കറങ്ങി ദേ ഇവിടം വരെ എത്തി. ഇനി കുറച്ചുകൂടെ കറങ്ങി ദേ ആ പച്ച കളറിലെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂസ കിട്ടും. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കേ എടാ അതുവഴി അങ്ങ് പോവാ. എടാ അതുവഴി ഇറങ്ങ്. അഞ്ചു മണി വരാ. അടുത്ത 6 എനിക്ക് തോന്നുന്നു ഇവര് ബോള് പറക്കാൻ കൊണ്ടുവന്നതാണ്. ചിലപ്പോ പക പോക്കുന്നതായിരിക്കും കേട്ടോ. ഓരോ ഓവറിൽ ഏറ്റവും കൂടുതൽ റൺ കൊടുത്തത് ഇവരാണ്. അപ്പോ അതിനു വേണ്ടി അവര് പക പോക്കുന്നതാന്ന് തോന്നുന്നു. അവര് ഇട്ട് കൊടുക്കും, അടിക്കും, ഇവൻ പോയി എടുക്കും. ആള് സീനാ കേട്ടോ. ആളുടെ കവർ ഡ്രൈവ് ഒക്കെ നൈസാ. പുള്ളി എല്ലാ ബോളിലും കവർ ഡ്രൈവാ. യോക്കർ എറിഞ്ഞാലും പിന്നെ ഫ്രണ്ട് പിച്ച് എറിഞ്ഞാലും പുൾഡോസ് ഇട്ടാലും എല്ലാം കവർ ഡ്രൈവാ പുള്ളിയുടെ. എന്റെ ചെറുക്കനെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പോയിട്ട് 2 സമൂസ എടുത്തിട്ട് ആരും അറിയാതെ അവനെ അവിടെ കൊണ്ട് കൊടുക്കാണ്. അവൻ അങ്ങ് നിൽക്കുക. അപ്പോൾ നമുക്ക് പോയി ഒരു സമൂസ എടുത്ത് ഒരെണ്ണം പോക്കറ്റിലിട്ട് ആൾക്കൊന്നാ പറഞ്ഞേക്കുന്നത്. ഇവന്മാര് പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. ഇവര് ഹിന്ദി ഒന്നുമല്ല, ഇവ മനുഷ്യന്മാർക്ക് അറിയാത്ത എന്തൊരു ഭാഷയാ പറയുന്നത്. മറ്റേ ഒരു നമ്മള് ഈ ചില വീഡിയോയിലൊക്കെ കാണത്തില്ലേ, നൈജീരിയയിലൊക്കെ ആൾക്കാർ, നൈജീരിയ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പോയിട്ട് എന്താ നിങ്ങളുടെ പേരെന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ ആക്കുന്നേ. ആ ടീമുകളാ ഇവിടെ ഉള്ളേ. അതുകൊണ്ട് ഇവന്മാര് ഒരെണ്ണം എടുക്കാനാണോ 2 എണ്ണം എടുക്കാനാണോ എടുക്കരുതെന്നാണോ എന്തോന്ന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനെടുക്കും. നമുക്ക് പിന്നെ വന്നിട്ട് എന്തെങ്കിലും ഗുണം വേണമല്ലോ. എന്തായാലും ജോലി ടൈമിലാണ് മാച്ച്. അപ്പോൾ നമ്മള് മാച്ചിനുണ്ടെന്നും പറഞ്ഞാൽ ഇറങ്ങുന്നത്. അപ്പോൾ ശമ്പളവും കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ സമൂസയും കിട്ടും. ഇതേപോലെ ഇവന്മാരെ ഊക്കിയിരിക്കാനും പറ്റും. ഏത് കഴി കണ്ട ഗൈസ്, പിടിച്ച് തൂക്കി. ഒരു തൂക്കി അയാളെ തൂക്കി. എടാ കഴിച്ചോ? പിന്നെ ആവശ്യം അവനെ കണ്ടാ അറിയാം, അവൻ അടിക്കറിയത്തില്ല. അത് അവൻ എങ്ങോട്ടാ വീശുന്ന പന്ത് എങ്ങോട്ടാ പോന്നെ. ആക്ടിങ്, മെത്തേഡ് ആക്ടിങ്. എങ്ങനെ ഉണ്ടോ സമൂസ? ഞാനിപ്പോ 4ാമത്തെയാ. സംഭവം ഇവന്റെ ഓപ്പോസിറ്റ് പ്ലാന്റാ. എൻ്റെ പ്ലാന്റും ഇവന്റെ പ്ലാന്റും തമ്മിലാണ് മത്സരം. അപ്പോൾ എൻ്റെ പ്ലാന്റിനെ തോൽപ്പിക്കാനാണ് ഞാൻ ഇവന് ആരോഗ്യത്തിന് വേണ്ടി സമൂസയൊക്കെ കൊണ്ട് കൊടുത്തത്. പക്ഷേ ഇവലെ കാരണമാണ് ഞങ്ങളുടെ പ്ലാന്റിൽ റണ്ണടിച്ചത്. ഇവന്റെ ഓവറിൽ 4 6 2 ഓവർ അല്ല 2 ഓവർ 4 6 കൈക്കൂലി. കളി കണ്ട് നമ്മളിവിടെ ഇരുത്തായി. ഇത് ബൗണ്ടറി ലൈൻ, ഇത് ഫീൽഡർ. ഇപ്പം ബാറ്റ് ചെയ്യുന്നവൻ അവൻ കുറെ നേരം കൊണ്ട് അവിടുന്ന് തുഴയുന്നുണ്ട്. ഇവൻ തുഴയുന്നതാണോ അതോ ഇനി അല്ലാതെ കാറ്റടിക്കുന്നതാണോ അറിയത്തില്ല. ഇപ്പൊ കാറ്റിന്റെ ഇത് കൂടിയിട്ടുണ്ട്. ആത്മാർത്ഥതയുടെ നിറക്കൊട്ടമേ ഇരി. ഗൈസ്, ഇവിടുത്തെ ഗുജറാത്തിലെ ക്രിക്കറ്റില് ഇവിടെ ഇവന്മാര് ഇനി വെയിലടിക്കുന്നോണ്ടാണോ അതോ ഇനി ഒറിജിനൽ ക്രിക്കറ്റിൽ അങ്ങനെ റൂൾ ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടാണ് ബാറ്റ്സ്മാൻ നിൽക്കുന്നതെന്ന് വെച്ചോ.
ഇവിടെ 1 ഡൗണും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ബാറ്റ്സ്മാൻ 2 ബോൾ ഇവിടെ നിന്ന് ബാറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ബോൾ തൊട്ട് ആൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ബാറ്റ് ചെയ്യും. അങ്ങനെ പക്ഷെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഞാൻ വന്നായിരുന്നത്. അപ്പോൾ എത്ര ബോളൊന്നും അറിയത്തില്ല. പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ന് ബാറ്റിങ് ചെയ്യുക. അതിന് ഒറിജിനലി ക്രിക്കറ്റിലുണ്ടോ അതോ ഇനി ഗുജറാത്തിൽ ഇവന്മാർ തന്നെ ഉണ്ടാക്കിയ റൂളാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഇവരുടെ ക്യാരം ബോർഡ് കളി കാണിച്ചു തരാം. ക്യാരം ബോർഡ് കളിയിലെ റൂളാണ് ഇവിടുത്തെ റൂള്. അയ്യോ, ഇത് മറ്റേ ഇന്ത്യൻ ബുക്ക് ഓഫ് ക്യാരംസിൽ പോലും ഇവിടുത്തെ അങ്ങനത്തെ റൂള് കാണത്തില്ല. പക്ഷേ ഇന്ത്യൻ ബുക്സ് ഓഫ് ഗുജറാത്ത് ബുക്സ് ഓഫ് ക്യാരംസിൽ അങ്ങനത്തെ റൂളുണ്ട്. അത് നോക്കുക ഗൈസ്, 2 പ്രാവുകൾ. അതിന് മറച്ച് വന്നു. അത് ബോള് ബാറ്റ്സ്മാൻ്റെ അവിടെ വന്ന് കഴിവേറി ഇവിടെ നിന്നിട്ട് ചാടുന്ന കാര്യമൊക്കെ പറയുന്നു. ഇതൊക്കെ ജെട്ടി ഒന്ന് കാണിച്ചേ, സൂപ്പർ മാൻ്റെ ഒന്നും അല്ലല്ലേ, ഇവിടുന്നൊക്കെ ചാടിപ്പോയി പിടിക്കുന്ന കാര്യമൊക്കെ പറയുന്നു. ഇവിടെ 6 ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ മറ്റേ കോഹ്ലി ധോണി എന്നൊക്കെ അല്ലേ പറയും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ മോദി സാർ, അമിത്ഷാ സാർ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ വിളിച്ച് പ്രശംസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ സംഭവമുണ്ട്. ഇത് മാനേജറുണ്ട്, പ്രൊഡക്ഷൻ ഹെഡ് ഉണ്ട്, അതായത് വലിയ വലിയ ആൾക്കാരും ഉണ്ട്, ഏറ്റവും ചെറിയ ആൾക്കാരും ഉണ്ട്. ഇപ്പം വലിയ ഏതെങ്കിലും ഒരുത്തൻ ക്യാച്ചൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മലയുടെ മൈരെ പറ്റത്തില് കളഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ഇവർ ഭയങ്കര ഫ്ലഡ്സാണ്. പക്ഷേ പ്ലാന്റ് ചെല്ലുമ്പോൾ നേരെ തിരിയും. അപ്പോൾ ഇതിൻ്റെ പ്രതികാരം ആൾ വീട്ടും. ഇവനെയൊക്കെ ഇടയ്ക്ക് മറ്റേ ഇവൻ്റെ താഴെ ജോലി ചെയ്തവരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് ക്യാച്ച് കളഞ്ഞാൽ. കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ വരും. അവിടുത്തെ ആ മയിര് അത് കണ്ടിട്ട് എന്നെ ഇവിടെ വന്ന് ബോളിങ് ചെയ്യാൻ വിളിക്കും. ഇവിടെ ആവുമ്പോൾ മരിച്ച് നമ്മളെ ഒന്നാമത് ഓടാൻ വയ്യ. അവിടെ കത്തിച്ച് നെഞ്ച് ഫുള്ള് കത്തില്ല. അവിടെ വന്ന് ഒരു ബോൾ എങ്ങനെങ്കിലും എറിയും. 2ാമത്തെ ബോൾ പട്ടി കതക്കാൻ വരും കത്തിക്കും. പിന്നെന്ന് പറയുമ്പോ എറിയായി. പിന്നെ ദിവസം അവിടെ കൊത്തിട്ട് വാ ബോള് വാ. ആളൊക്കെ നോക്കിയിട്ട് പോയി മയിര് എന്തേ പറയുന്നത്. കാരണം നമ്മൾ രണ്ട് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിലല്ലോ നമ്മൾ. നീ കള്ളം പറഞ്ഞു. സമൂസ കൊണ്ടുപോയി. പിന്നെ സമൂസ കഴിഞ്ഞാ പിന്നെ സമൂസ ഉണ്ട്. സമൂസ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഉണ്ട്, അത് കളിക്കുള്ള മേലെ ഉണ്ടെന്ന് വണ്ടിപ്പാട് സമൂസ കള്ളൻ. ഇതാണോ क्या लगता है चेस हो जाएगा? 151 स्कोर स्कोर 151 टारगेट. ये देखो ना आपने 8 ओपनर है. 8 आई एम गोइंग ओपनिंग. എന്താ ലോട്ടറി കള്ളൻ, സൗദ കള്ളൻ. എടാ എടുത്തോ, കഴിഞ്ഞോ? എടാ 2 പെട്ടിയുണ്ട്. ഒരെണ്ണത്തിൽ സമൂസയുണ്ട്, ഒരെണ്ണത്തിൽ തീർന്നായിരുന്നു ഞാൻ എടുക്കാൻ നേരത്ത്. എടാ സമൂസ കഴിഞ്ഞടാ. സത്യം പറഞ്ഞ് അവിടെ സമൂസ ഇല്ല. കാര്യം ഞാൻ എന്തായാലും കുറച്ച് കഴിച്ചായിരുന്നു നേരത്തെ. ഇവരൊക്കെ നല്ല ബോളൊക്കെ അറിയുമ്പോഴത്തേക്കും സ്വന്തം ടീം ബൗളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ എൻകറേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അറിയാൻ നേരത്തെ ആരെയും ബൗളിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഇവൻ്റെ ഓവറിൽ 4 6ഉം 2 4ഉം അടിച്ച്. എന്നിട്ട് ഇവരുടെ ടീമിൽ ബൗളിംഗ് ആരെങ്കിലും പറഞ്ഞുകൊണ്ടോന്ന് ഞാൻ ചോദിച്ചത്. സത്യത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ബൗളിങ്ങിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ അവരെന്തോ ചേർത്ത് ബോസ് അടിക്ക് ബൗളിംഗ് അറിയത്തില്ല ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷേ ഇതോ അതൊന്നും കേട്ടില്ല. ഇവരൊക്കെ എൻ്റെ അടുത്താണ് നിന്നെ. അപ്പോൾ അതാ ഒന്ന് ചോദിച്ചോ, ഞാൻ ബൗളിംഗ് ചെയ്യാൻ നേരത്തെ അവരെന്തിനൊക്കെ പറഞ്ഞായിരുന്നു.
സ്വന്തം ടീം ഔട്ടായ എന്റെ സന്തോഷമായത്. പുള്ളി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. സംഭവം എന്താ അറിയോ, ഈ പുള്ളിയാണ് ഇവന്റെ ഓപ്പോസിറ്റ് കളിക്കുന്നവരാ. സെയിം ടീമാ. ഇവന്റെ സെയിം ടീമാണ് ഈ പുള്ളി. പക്ഷെ ഇന്ന് എന്തോ അപ്പുറത്തുപ്പുറത്തേക്കായിട്ട് കളിക്കുന്നത്. അപ്പോൾ അല്ല, സെയിം ടീം തന്നെയല്ലേ? സെയിം ടീം. അപ്പോൾ പുള്ളിക്ക് എന്താ, പുള്ളി എല്ലാ കളിയും ഫസ്റ്റ് ബാറ്റിങ്ങിലാണ് ഇറക്കുന്നത്. ഇന്ന് ഇവന്മാര് ഊമ്പിച്ച് അവിടെ നിന്ന് ബോളിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവന്മാര് ബാറ്റും എടുത്തോണ്ട് അവിടെ പോയി. അപ്പൊ ഇയാൾ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഓരോരുത്തരും ഔട്ടാകുമ്പോ ഇവിടെ നിന്ന് ഇത് തന്നെ കണ്ടോ, മെയിൻ കളിയാ ഇവിടെ വന്നിരുന്നത്. എന്നിട്ട് പ്രാവക്കോ ഔട്ടാകുമ്പോ സന്തോഷിക്കലും ഇതൊക്കെയാ പുള്ളിയുടെ ഹോബി. ക്യാച്ചല്ല ക്യാച്ച്. ഇതിപ്പോ ക്യാച്ച് ആയിരുന്നെങ്കിൽ സ്വന്തം ടീമിന്റെ തന്നെ ഒരു സന്തോഷ പ്രകടനം ഇപ്പൊ ഇവിടെ കണ്ടേ തുടങ്ങി. നമ്മുടെ എല്ലാ നാട്ടിലും ഇതേപോലത്തെ ഒരു മെയിൻ കളി കളിക്കുന്ന ഒരാളാണ് പുള്ളി. എവിടെ വന്നാലും മെയിൻ. ധീര 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 അതും കളഞ്ഞ് ഇവിടെ കിടില കമന്ററിയൊക്കെ ഉണ്ട്. കബൂത്തർ പകടിയ പ്രാവിനെ പിടിക്കാൻ വന്ന മൈനമഴ. ആ കറുത്ത ഉടുപ്പിട്ടവ ഇപ്പൊ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ 5 ക്യാച്ചെങ്കിലും കളഞ്ഞാണ്. മാച്ചിനുള്ളിൽ വേറെ മാച്ച് ഉണ്ട്. സ്വന്തം ടീമിൽ തന്നെ എത്ര പേരാ കൂടുതൽ ക്യാച്ച് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ. അതുകൊണ്ട് ഇപ്പൊ ഈ ബോൾ ചെയ്യുന്ന ഇവരുടെ ഈ ടീമിൽ നിന്ന് തന്നെ 4 ക്യാച്ച് കളഞ്ഞു. ഈ കറുത്ത ഉടുപ്പിട്ട് ഇവർ 8 ക്യാച്ചെങ്കിലും മിനിമം കളഞ്ഞാണ്. ഇവര് രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഏറ്റവും കൂടുതൽ ക്യാച്ച് കളയുന്നവരാണ്. ഇവിടെ വന്നിരുന്ന് പ്രാക്കായിരുന്നു ഇത്രയും നേരം. ബാറ്റിംഗ് ഇട്ടത്തിൽ ഉറപ്പായപ്പോഴത്തേക്ക് പോവാ. എന്താ പറയണ, നീ പോ. എടാ അവിടെ പോയിരുന്ന് പ്രാവിയാ മതി. ഇങ്ങനെ ഔട്ടാവട്ടെ. ഇത്രയും നേരം രാഗിയിട്ട് ഇനിയിപ്പോൾ അവസാനം കിട്ടത്തില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് അവിടെ പോവാ. അവിടെ പോയിട്ട് ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടാ തോന്നുന്നത്. ഞാൻ പോവാൻ സമയമായി. ഇനി എൻ്റെ ബസ് 6:15. ഇപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ 10 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ, ഞാൻ 2 ബാറ്റിങ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല, നോക്കണം. ഒരു പൊട്ട ചെറുകൻ ഇവിടെ നിന്ന് ഇത്രയും നേരം എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സഖി ഏറ്റിട്ട് കൊണ്ട് അങ്ങോട്ട് പോയ. ഇറക്കിയോ? വാറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാ. ബാറ്റൊക്കെ എടുത്ത് വെയിറ്റ് നോക്കുന്നുണ്ട്. ഓ പ്രാവി. ക്യാച്ച് കളഞ്ഞു. ഇതിനു വേണ്ടി ഇത്രയും ആക്രാന്തം പിടിക്കുന്ന ഒരു ചെറുക്കൻ. മറ്റേ പുള്ളി ഇപ്പൊ ബാറ്റിംഗ് കിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ നിന്ന് പ്രാവ് ചെയ്ത്. ഇപ്പം 3 ബോളം കണ്ട് ഇവിടെ നിന്ന് കറങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ ബാക്കി എന്താ. അടുത്ത്
ആടാ അതടിച്ചടാ അതാ ഫസ്റ്റ് ബോൾ. പക പോക്കുന്ന്. ഫസ്റ്റ് ബോള് സിക്സ്. ഫസ്റ്റ് ബോൾ 6. ഇവന്റെ ഓവറിൽ 6 അടിച്ചവന്മാരെയൊക്കെ വാരി പറക്കിട്ടടിക്കും. സെക്കൻഡ് ബോള് ഔട്ട്. റണ്ണൗട്ടാക്കി വിട്ടാൽ മതിയായിരുന്നു മൈരിനെ. ഗൈസ് 11 വന്ന് 8 ക്യാച്ച് കളഞ്ഞവൻ. 1 പറഞ്ഞതുപോലെ റണ്ണൗട്ട്. എടാ മനപ്പൂർവ്വം ഒരു പ്ലാൻ ചെയ്ത് തന്നെ ഔട്ടാക്കിയതാ. തോറ്റേന്റെ ദുഃഖം തീർക്കാൻ ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് ഗുജറാത്താണ്. അപ്പോൾ അതായിരിക്കും. അപ്പോൾ നമ്മള് പോവാ. കളി തീരുന്നവരെ ഒന്നും നിൽക്കുന്നില്ല. എന്നിട്ട് കാര്യമില്ല, എന്തായാലും തോറ്റ. അത് എൻ്റെ ടീം ഓപ്പോസിറ്റും ഇവൻ്റെ ടീം വേറെ. നമ്മൾ രണ്ടുപേരും 2 ടീമാണ്. പക്ഷേ നമുക്കെന്തോ 6 മണി വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം. 3 മണി തൊട്ട് ക്രിക്കറ്റ് തുടങ്ങും. അപ്പോൾ നമ്മൾ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കളിയുണ്ട് പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇവിടെ വന്ന് ഞാൻ സമൂസയും തിന്ന് ഞാൻ ഇവിടെ സൈഡിൽ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ഞാൻ ഇവിടെ ഇരിക്കും. ഈ ചെറുക്കൻ വെയിലത്ത് പോയി. അവിടുന്ന് എന്തായാലും അവന്മാർ ബാറ്റിങ്ങും ബോളിങ്ങും കൊടുക്കത്തില്ല. ഇന്ന് എന്തോ ഭാഗ്യത്തിനാണ് ഇവന് ബാറ്റിങ്ങും ബോളിങ്ങും കൊടുത്ത്. അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ ടീമുകളെല്ലാം ഇറങ്ങി കളിച്ച് മടുത്തിട്ട് ശേഷം ഇതേപോലത്തെ ശുണ്ണി ചെറുക്കന്മാർക്ക് ബാറ്റിങ്ങും ബോളിങ്ങും കൊടുക്കും. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇവൻ ആദ്യമേ വിളിച്ച് ബോളിങ് കൊടുത്ത് 1 ഓവറിൽ 6. അങ്ങോട്ടാ? അയ്യോ അങ്ങോട്ടല്ലേ. 1 ഓവറിൽ 4 6-ഉം 2 4-ഉം കൊടുത്ത്. അത് കഴിഞ്ഞ് ഒട്ടും പതിവില്ലാതെ ഇവന് ബാറ്റിങ് കൊടുത്ത്. അതും ഫസ്റ്റ് ബോളിൽ പക പോക്കുന്ന പോലെ ഒരു 6 അടിച്ച്. ആന്ന് കാശ്. അവർ മനഃപൂർവ്വം അത് അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർ ഇങ്ങനെ കളിക്കാനൊക്കെ നിർത്തുള്ളൂ. അല്ലാത്തവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിക്കറ്റൊക്കെ ആക്കി വിടും. അങ്ങനെയൊക്കെ ഇവൻ പറയാൻ പറഞ്ഞു. ഇവര് ഓടാനൊന്നും അറിയത്തില്ല. ഈ ഓടിന് സ്പീഡ് ഓടിയായിരുന്നു. ഒരു മൈൽ ഔട്ടാണ്. അത് എന്തായാലും കീപ്പർ അത്രയുണ്ട്. ഞാൻ അവൻ്റെ വരണ്ട നിങ്ങൾ പറയാൻ നിൽക്കായിരുന്നു. പക്ഷെ ഞാൻ എന്ത് വിചാരിക്കും പിന്നെ അത് എന്ത് വിചാരിക്കുമെന്നല്ല, പിന്നെ അതിന് പറയാനുള്ള ഹിന്ദി അറിയത്തില്ല. എന്ത് വിചാരിക്കും പോലും അല്ലേ. അപ്പോ ഹിന്ദി അറിയാം ചെറുക്കൻ ഹിന്ദി അറിയാം കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതാ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഉണ്ടോ കളി? നാളെ ഇല്ല, 31-ന്. അതിന് 31-ാം തീയതി കളിയാണ്. ബർത്ത്ഡേ ആണ്, എല്ലാവരും വിഷയം പറയണം. അതെ. മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ മറ്റേ കേക്ക് മുറിയുണ്ട്. ഏതാ കച്ചമ്പ്രദാസൻ കേക്ക് മുറിക്കുന്ന സാധനം. വലിയ വടിവാളൊക്കെ വെച്ച് വെട്ടിയരിഞ്ഞ് ആ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേയുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.